ഒരുപക്ഷെ അന്ന് ET ഇൻഫ്രയിൽ വരുന്ന ആ വാചകം തന്നെ ഒരുപക്ഷെ പെട്ടെന്ന് തന്നെ റിസൾട്ട്സ് കാണിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ആവേശമായിരിക്കാം ഇതിന് കാരണം എന്ന് ടാറ്റയിലെ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയ്ക്കാണ് അതിൽ വന്നിരുന്നത്. പക്ഷെ എന്നാലും അപ്പോൾ അവിടെ മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് അദ്ദേഹം കാണിക്കേണ്ട ഒരു അടക്കം കാണിച്ചില്ല എന്നുള്ളതാണ് തങ്ങളുടെ മുഖ്യമന്ത്രി എന്ന രീതിയിൽ നമ്മൾ പറയുമ്പോൾ നമ്മുടെ എല്ലാവരും മുഖ്യമന്ത്രിയാണല്ലോ. ഈസ് റെപ്രസെൻറ്റിംഗ് ദ സ്റ്റേറ്റ്. ഓരോ സ്റ്റേറ്റ്മെൻറ്റും ആധികാരികമായിരിക്കണം. അതുകൊണ്ടാണ് മുഖ്യമന്ത്രിമാർ ചിലപ്പോൾ എഴുതി തയ്യാറാക്കി തന്നെ പറയും. കാരണം പറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഇത് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കാത്തൊരു വാചകം ചിലപ്പോൾ വന്നെന്ന് വരാം. ഇപ്പം എനിക്കത്ര ടെൻഷൻ്റെ കാര്യമില്ല. പക്ഷെ നമ്മൾ ആ പോസ്റ്റിലിരിക്കുമ്പോൾ അത് ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റ് വലിയ പ്രശ്നമായിരിക്കും. കാരണം ഒപ്പീനിയൻ ഓഫ് ദി ഗവൺമെൻറ്റാണ്. ഇനി അങ്ങനെ സംഭവിച്ചാൽ അത് പബ്ലിക് ഡൊമൈനിൽ വന്നു കഴിയുമ്പോൾ ഉടൻ തന്നെ നമുക്ക് ഉദ്ദേശം അല്ലെങ്കിൽ അപ്പോൾ തന്നെ ക്ലാരിഫൈ ചെയ്യണം. ഇത് അവർ തന്നെ പറയേണ്ടി വന്നു ഞങ്ങൾ അമ്പരുന്നു. ടാറ്റയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെൻറ്റിന് അവർ നേരിട്ട് പറയുന്നൊരു എംബ്രാസ്മെൻറ്റാണ്. ചിലരെങ്കിലും ടാറ്റ പറഞ്ഞ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കും. സാധാരണഗതിയിൽ അവർ ഇറക്കാമെന്ന് പറഞ്ഞാൽ അതിനപ്പുറമൊന്നും പോകാനില്ല. അതുകൊണ്ടായിരിക്കണം അവർ ഈ പേര് പറയാത്ത ഉയർന്ന ഉദ്യോഗസ്ഥരെ കൊണ്ട് ഞങ്ങൾ അമ്പരന്ന് പോയി എന്ന് പറയേണ്ടി വന്നത്. ഏതാണ്ട് ഒരു 24 മണിക്കൂർ നേരം അതൊരു വലിയ ഹെഡ്ലൈൻ പോലെ തന്നെ ആയിരുന്നു ആ ഒരു സാധനം. അതെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ബ്ലൂംബർഗിൻ്റെ വീഡിയോ കാണുന്നു, അവിടെ കാണിക്കുന്ന സബ് ടൈറ്റിലുകൾ കാണുന്നു, കൃത്യമായിട്ട് അങ്ങനെ പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വാർത്ത കൊടുത്തു. പക്ഷേ 24 മണിക്കൂറോളം ഞങ്ങളത് തിരുത്തേണ്ടി വന്നു. അത് വാസ്തവമാണ്. അല്ല, ബ്ലൂംബർഗ് എന്ന് വെച്ചാൽ വളരെ വലിയ ഒരു ഇൻ്റർനാഷണൽ ബിസിനസ് മേഖല ശ്രദ്ധിക്കുന്നൊരു മീഡിയ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ കൂടി നമ്മൾ നോക്കണം. ഇപ്പോൾ കേരളത്തിൽ മാത്രം അറിയുകയാണെങ്കിൽ ടാറ്റ അറിയില്ല, ആരും അറിയില്ല, പിന്നെ ആരെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഇട്ട് ട്രാൻസ്ലേഷൻ അല്ലേ, ഇത് ഇൻ്റർനാഷണൽ ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ അതേ ഇൻ്റർവ്യൂ തന്നെ പറഞ്ഞാണ് അദാനിയുമായിട്ടുള്ള വിഴിഞ്ഞം പദ്ധതിയെക്കുറിച്ചുള്ള ചോദ്യങ്ങളും ആ ഇൻ്റർവ്യൂ തന്നെ ഉണ്ടായിരുന്നു. വിഴിഞ്ഞം പദ്ധതിയുടെ MSCയുടെ ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ടും രണ്ടുപേരും ഇടതുപക്ഷവും മുഖ്യമന്ത്രിയും തമ്മിൽ വലിയ വാഗ്വാദങ്ങൾ പല പോയിന്റുകളിലും ഉണ്ടായി. എന്താണ് ഇടതുപക്ഷത്തിൻ്റെ കാഴ്ചപ്പാട്? MSC ഇവിടെ ഓഹരി നിക്ഷേപം വിഴിഞ്ഞത്തിൽ നടത്തുമ്പോൾ എന്താണ് ഇടതുപക്ഷം ഇത്രമേൽ ആശങ്കാകുലരായി മാറാൻ കാരണം? അതെന്ന് വെച്ചാൽ വിഴിഞ്ഞം പോർട്ടിൻ്റെ പൊട്ടൻഷ്യൽ വളരെയധികമാണ്. ഈ ഇൻ്റർനാഷണൽ സീ ലൈനുമായിട്ട് സീ റൂട്ടുമായിട്ട് ഏറ്റവും അടുത്തുള്ള ഏറ്റവും കൂടുതൽ ഡെപ്തുള്ള ഒരു പോർട്ടാണ് വിഴിഞ്ഞം പോർട്ട്. വിഴിഞ്ഞം പോർട്ടിൽ നിന്നാണ് ഒരു ഷിപ്പ് അടുക്കുമ്പോൾ മറ്റ് ഷിപ്പുകൾ കൊണ്ടുവരുമ്പോഴതിനേക്കാളും വലിയ തോതിൽ കോസ്റ്റ് എഫക്റ്റീവാണ്. മറ്റ് പോർട്ടുകളിലാണെങ്കിൽ കടലിൻ്റെ അപ്പുറത്ത് അത് കൊണ്ടുവന്ന് അത് നിർത്തി അവിടെ നിന്ന് അത് ചെറിയ ഇതിലേക്ക് മാറ്റി അങ്ങനെയൊക്കെയുള്ള ട്രാൻസ്പോർട്ടിങ് ലോജിസ്റ്റിക്കിൻ്റെ കോസ്റ്റ് കൂടും. വിഴിഞ്ഞത്തിൻ്റെ പൊട്ടൻഷ്യൽ നമുക്ക് പൂർണ്ണമായിട്ട് ഉപയോഗിക്കാൻ കഴിയണമെങ്കിൽ അതിന് ചുറ്റും നമുക്കൊരു മാനുഫാക്ചറിങ് ലോജിസ്റ്റിക്സ് സെക്ടർ വളർന്നു വരണം. അതുകൊണ്ടാണ് ഞങ്ങൾ വിഴിഞ്ഞം കോൺക്ലേവ് നടത്തിയത്. അന്ന് MSCയുടെ പ്രധാനപ്പെട്ട ആളിലെല്ലാം വന്നിരുന്നു. ഞങ്ങൾ വന്ന് CM വരാൻ പറ്റിയില്ല, ഞങ്ങൾ തന്നെയാണ് നടത്തിയത്. തുറമുഖ വകുപ്പും ഉണ്ടായിരുന്നു. അപ്പോൾ അതിലെന്താണ് നമ്മൾ കാണേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ലോകത്തുനിന്നെമ്പാടുന്നുള്ള പാർട്സ് അല്ലെങ്കിൽ റോ മെറ്റീരിയൽ രണ്ടും വിഴിഞ്ഞം വഴി തിരുവനന്തപുരത്തോ ചുറ്റുപ്പതി മൊത്തം അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് അസംബിൾ ചെയ്യാം. ഇതിങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഈ റോ മെറ്റീരിയൽ കോസ്റ്റിൽ വലിയ കുറവുണ്ടാവും ലോജിസ്റ്റിക് പാർട്ടിൽ. തിരിച്ചിവിടുന്ന് പ്രൊഡക്റ്റായിട്ട് വീണ്ടും വിഴിഞ്ഞത്ത് നിന്ന് ലോകത്തിൻ്റെ ഏത് ഭാഗത്തേക്കും പോകും. അപ്പോൾ പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റും ബാധിക്കും. അപ്പം വലിയ കുറവ് പ്രൊഡക്റ്റിലുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ലോകത്തിൻ്റെ ഒരു മാനുഫാക്ചറിങ് സോണായി തന്നെ നമുക്ക് വികസിപ്പിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അതിന് പറ്റുന്നതായിരിക്കണം. പക്ഷേ ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, കപ്പൽ വരുന്നു, ചരക്ക് കൊണ്ടുപോകുന്നു, തിരിച്ച് കാലി പോകുന്നു, ഈ രൂപത്തിലാണുള്ളത്. ഈ പൊട്ടൻഷ്യൽ ഉപയോഗിക്കേണ്ടതാണ് ആവശ്യം. വിഴിഞ്ഞത്തിൻ്റെ പ്രത്യേകത ആദ്യത്തെ കരാർ തന്നെ കുഴപ്പമാണെന്ന് ഇപ്പോൾ വ്യക്തമായി. കാരണം അല്ലെങ്കിൽ 2500 കോടി അതിൽ മുഴുവൻ ഇപ്പോൾ മുടക്കേണ്ടി വന്നിട്ടില്ല, പൂർത്തീകരിക്കുമ്പോഴേ അവരുടെ ഭാഗം വരുന്നുള്ളൂ. ഇതൊരു ജോയിൻറ്റ് വെഞ്ചറാണ്. 30 വർഷത്തേക്ക് നമുക്ക് റവന്യൂ ഷെയർ കിട്ടില്ല, ലാഭം കിട്ടില്ല. പൂർണ്ണമായിട്ട് അവർ നടത്തിക്കൊണ്ടുപോകും. പക്ഷേ ബാക്കിയെല്ലാം നമ്മൾ ഡെവലപ്പ് ചെയ്യണം. അതാണ് 5000 കോടി നമ്മുടെ ഭാഗത്തു നിന്ന്. ഏകദേശം 29% അദാനിയുടെ മുതൽ മുടക്കമുള്ളത്. നമ്മുടെ മുതൽ മുടക്കും പിന്നെ ഒരു ചെറിയ പാർട്ട് അതിൻ്റെ വയബിലിറ്റി ഗ്യാപ്പായിട്ട് കേന്ദ്രം നൽകും. അത് നമ്മൾ തിരിച്ചു കൊടുക്കണം. അപ്പോൾ ഏകദേശം 70% സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്തത്തിലാണ് നിൽക്കുന്നത്. പക്ഷേ അന്നത്തെ കരാർ പ്രകാരം 30 വർഷം കഴിയുമ്പോഴേ നമുക്ക് റിട്ടേൺ കിട്ടുള്ളൂ. എന്നാൽ നമുക്ക് അതിൻ്റെ ഭാഗമായിട്ട് അഡ്വാൻറ്റേജ് ഉണ്ടാവും. ഈ വ്യവസായം വരാം, തൊഴിൽ വരാം, നികുതി വരാം. ഈ കരാറിൻ്റെ ഭാഗമായി ഇപ്പോൾ നോക്കൂ, ഇത്ര സമയം കൊണ്ട് 2500 രൂപ മുടക്കിയവർക്ക് അതിൻ്റെ 49% ഓഹരിക്ക് 13,200 കോടി രൂപ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ശരിക്കും കുറേ കൂടി നമുക്ക് കിട്ടേണ്ടതാണ്. അതവിടെ നിൽക്കട്ടെ. ഇതിൻ്റെ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബ്ലൂംബർഗിൻ്റെ അതിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട്, അവർ ഞങ്ങൾ അറിയിക്കേണ്ടതായിരുന്നു, അറിയിച്ചില്ല. വി ഹാവ് നോ ഒബ്ജക്ഷൻ. ഇപ്പോൾ ഞങ്ങൾക്ക് ഒബ്ജക്ഷൻ ഇല്ല, വി ഹാവ് നോ ഒബ്ജക്ഷൻ എന്നാണ്. പക്ഷേ അറിയിക്കുക എന്നല്ല, ഇതിനകത്ത് കരാർ അവരുണ്ടാക്കിയ കരാർ തന്നെയാണ്. ആ കരാറിൽ സ്പെസിഫിക് ആയിട്ട് പറയുന്നത് പ്രയർ അപ്രൂവൽ എന്നാണ്. അപ്രൂവൽ അല്ല, പ്രയർ അപ്രൂവൽ.
ഇവർ ചെയ്തിരിക്കുന്നത് ഈ ജൂൺ 29 സെബിയിൽ കൊടുത്തിട്ടുള്ള ഡോക്യുമെൻറ്റിൽ എഗ്രിമെൻറ്റ് സൈൻ ചെയ്തതായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദാറ്റ് പ്രോസസ് ഈസ് ഓവർ. അടുത്തേൽ പറയുന്നുണ്ട് ഈ ഗവൺമെൻറ്റിൻ്റെ, അത് സാധാരണ എല്ലാ ഷെയർ കൈമാറ്റങ്ങളിലും വരുന്നൊരു ഭാഗമാണ്, സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും റെഗുലേറ്ററി ക്ലിയറൻസസ് കൂടി വേണമെന്നുള്ളത്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്വാഭാവിക കൈമാറ്റം ഇവിടെ പറ്റില്ല. ദിസ് ഈ പ്രയർ അപ്രൂവൽ. പ്രയർ അപ്രൂവൽ ഓൺ 2 കണ്ടീഷൻസ്. 1 പബ്ലിക് ഇൻട്രസ്റ്റ്, 2 നാഷണൽ സെക്യൂരിറ്റി. നാഷണൽ സെക്യൂരിറ്റി അത് അണ്ടർ ദ ജൂറിസ്ഡിക്ഷൻ ഓഫ് ദ യൂണിയൻ ഗവൺമെൻറ്, അവരാണ് അത് നോക്കുന്നത്. ഈ പബ്ലിക് ഇൻട്രസ്റ്റ് നമ്മൾ നോക്കണം. ഈ ഗവൺമെൻറ്റിനും നാടിനും എന്തെല്ലാം ഭാഗം വരും, അതിന് നമ്മൾ അതുകൊണ്ടാണ് ഷെയർ കൊടുക്കാം, അത് എഗ്രിമെൻറ്റിലുള്ള പ്രയർ അപ്രൂവൽ കൊടുക്കുമ്പോൾ ഈ സബ്ജക്റ്റ് ടു ദ കണ്ടീഷൻസ് ഉണ്ടാകും, ഇന്ന കണ്ടീഷൻ. 2, ഇവരുടെ വെച്ച എഗ്രിമെൻറ്റിൽ തന്നെ പറയുന്നത് 250 കിലോമീറ്ററിനകത്ത് പോർട്ടിൽ നിക്ഷേപമുള്ള ആരും ഇവിടെ നിക്ഷേപിക്കാൻ പാടില്ല. അദാനി ഗ്രൂപ്പും ഈ 250 കിലോമീറ്ററുള്ള മറ്റൊരു പോർട്ടിൽ അവരും നിക്ഷേപിക്കാൻ പാടില്ല. കാരണം അപ്പോൾ മത്സരത്തെ ബാധിക്കും. ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്ന പ്രശ്നം തൂത്തുക്കുടിയിൽ ഇ.ടി. ബെൻ റിപ്പോർട്ട് ചെയ്യേണ്ടത്, തൂത്തുക്കുടിയിൽ ഇവർ കണ്ടെയ്നർ ടെർമിനൽ ഇവർ ഈ സബ്സിഡിയാണ് നടത്തുന്നത്. അപ്പോൾ അവിടെയും ഒരു പ്രശ്നം വരും. ഇതെല്ലാം അവർ പരിശോധിക്കേണ്ടത് തന്നെ. ഈ പരിശോധന നടത്തുന്നതിനാണ് നേരത്തെ തന്നെ ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്തി അതെല്ലാം വ്യക്തമായി നിയമവകുപ്പ്, ധനവകുപ്പ് എല്ലാം പരിശോധിച്ച് നിയമപരമായിട്ട് കാര്യം നോക്കണം, സാമ്പത്തികമായ കാര്യം നോക്കണം. അത് പരിശോധിച്ചിട്ട് വേണം ഈ അപ്രൂവൽ വാങ്ങി വേണം ഇവർ വിൽക്കാനായിട്ട്. അപ്പോൾ ഇതിൽ പ്രൊസീജിയറൽ പ്രശ്നമാണോ ചൂണ്ടിക്കാട്ടുന്നത്, അതോ കേരളത്തിൻ്റെ താല്പര്യങ്ങൾ ഹനിക്കപ്പെടുമെന്നുള്ളതാണ്? കേരളത്തിലെ പ്രൊസീജിയർ എന്തിനാ? കേരളത്തിലെ താല്പര്യം സംരക്ഷിക്കാനാണ്. അത് സ്പെസിഫിക്കാണ്, പബ്ലിക് ഇൻട്രസ്റ്റ് ആണ്. അല്ല, അതുമാത്രം ഇത് ബൈൻഡിങ് ആണ്. ഈ ഡിസിഷൻ ഓഫ് ദ ഗവൺമെൻറ് ഈസ് ബൈൻഡിങ്. അത് അവർ നമുക്ക് മാറാൻ പറ്റില്ല. ഗവൺമെൻറ് പറഞ്ഞാൽ ഞങ്ങൾക്ക് പറ്റില്ല എന്നുകൊണ്ട് വേറെ തർക്കത്തിന് നിൽക്കാൻ പറ്റില്ല, അതും കൃത്യമാണ്. അപ്പോൾ ഗവൺമെൻറ് നോക്കേണ്ടത് ഇങ്ങനെ ഇവർ വന്നാൽ അതുകൊണ്ട് നമുക്ക് എന്തെല്ലാം ഗുണം ഉണ്ടാക്കാൻ പറ്റും, അതിന് എന്തെല്ലാം പുതിയ കണ്ടീഷൻ കൊണ്ടുവരാൻ പറ്റും, അത് നോക്കിയിട്ട് ആ സബ്ജക്റ്റ് ടു ദാറ്റ് കണ്ടീഷനാണ് ചെയ്യേണ്ടത്. പക്ഷേ പ്രയർ അപ്രൂവൽ ഇല്ലെങ്കിൽ ആദ്യം തന്നെ നോട്ടീസ് കൊടുക്കണം, നിങ്ങളിത് വയലേഷൻ ഓഫ് ദ കണ്ടീഷനാണ്, ഈ എഗ്രിമെൻറ്റിൻ്റെ കണ്ടീഷൻ വയലേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് നോട്ടീസ് കൊടുക്കണം. നോട്ടീസ് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഡിസ്കഷനിലേക്ക് വരും. അതിനെ തുടർന്ന് നടപടി സ്വീകരിക്കും. ഞങ്ങളിപ്പോൾ അദാനി ഗ്രൂപ്പിൻ്റെ വിഴിഞ്ഞത്തെ നന്നായി കൊണ്ടുപോകണമെന്ന കാഴ്ചപ്പാടാണല്ലോ നമുക്കും എല്ലാവർക്കും ഉള്ളത്. കഴിഞ്ഞ 10 വർഷം ഗവൺമെൻറ് അങ്ങനെ തന്നെയാണ് പ്രവർത്തിച്ചത്. ഇപ്പോൾ ഗവൺമെൻറ് മാറി പെട്ടെന്ന് തന്നെ ഈ വിഴിഞ്ഞമാകെ പ്രശ്നമാണെന്ന് പറയാനില്ല. ഞങ്ങൾ അധികാരം എടുക്കുമ്പോൾ തന്നെ കരാറെക്കുറിച്ച് ഞങ്ങൾക്ക് തർക്കമുണ്ടായിരുന്നു. പക്ഷേ ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്, നമ്മളത് മുന്നോട്ട് കൊണ്ടുപോയി. ഇപ്പോഴും ഇത് നന്നായി കൊണ്ടുപോകണം എന്നുള്ളതാണ്. കേരളത്തിനാകെ ഗുണപരമായി ഉപയോഗിക്കാൻ കഴിയും. ഇവിടെ വരുന്നൊരു പ്രായോഗിക പ്രശ്നമാണ് ഞങ്ങൾ ഉന്നയിക്കുന്ന ഒരു പ്രശ്നം. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ധനകാര്യം, നിയമം, പൊതുഭരണം മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്നത്. ഈ ബാക്കിപ്പോൾ ഒരു 50 വകുപ്പ് മുഖ്യമന്ത്രി കൈകാര്യം ചെയ്താലും കുഴപ്പമില്ല. എഡ്യൂക്കേഷൻ, ലേബർ, ഹെൽത്ത്, സഹകരണം, എക്സൈസ്, ഹോം, ഏത് കൈകാര്യം ചെയ്താലും കുഴപ്പമില്ല. ഈ നിയമം, ധനകാര്യം, ഇതാണ് ഇൻഡിപെൻഡൻറ്റ് ഓട്ടോണമിയുള്ള വകുപ്പുകൾ. ഈ 2 വകുപ്പാണ്. ജനറൽ പൊതുഭരണം എന്നുള്ളതാണ് ഏത് വകുപ്പിലേക്കുള്ള ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ വിന്യസിക്കുന്നത്. ഇപ്പോൾ വിഴിഞ്ഞം തന്നെ നോക്കൂ, തുറമുഖ വകുപ്പെന്ന് നോക്കി അത് തുറമുഖ മന്ത്രി നിയമമന്ത്രിക്ക് കൊടുക്കും, നിയമമന്ത്രി നിയമപരമായ വശം നോക്കും, അത് ഒരാൾ തന്നെയാണ്. തിരിച്ച് മുഖ്യമന്ത്രിക്ക് കൊടുക്കും. ഫിനാൻഷ്യൽ ഇംപ്ലിക്കേഷൻ വീണ്ടും ധനമന്ത്രിക്ക് കൊടുക്കും, അതൊരാൾ തന്നെയാണ്. ഇത് ചെക്ക് ആൻഡ് ബാലൻസ് നടക്കില്ല. അതുകൊണ്ടാണ് പിന്നെ ഇത് നോക്കുന്ന ഉദ്യോഗസ്ഥരുണ്ടല്ലോ, ആ പോസ്റ്റിൽ ആരിരിക്കണം എന്നത് നിയമവകുപ്പിൽ തന്നെയാണ്, നേരിട്ടാണ് സെലക്ഷൻ. ധനകാര്യ വകുപ്പിൽ മിക്കവാറും അങ്ങനെ തന്നെയാണ്. ബാക്കി എല്ലാ സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥരെയും വിന്യസിപ്പിക്കുന്നത് പൊതുഭരണം. അപ്പോൾ ഈ ഫയൽ നോക്കേണ്ട ആരാണെന്ന് മുഖ്യമന്ത്രിക്ക് തീരുമാനിക്കാം. അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് ഇടപെടാൻ വകുപ്പുണ്ടല്ലോ, മുഖ്യമന്ത്രി CMO ആണ്. എൻ്റെ തന്നെ അഭിപ്രായം ഞാൻ തന്നെ നോക്കി ഞാൻ തന്നെ അപ്രൂവ് ചെയ്യും. അതാണ് അടുത്ത എന്നിലേക്ക് തന്നെ കൊടുത്ത് ഞാൻ തന്നെ അപ്രൂവ് ചെയ്യും. തുറമുഖ വകുപ്പ് മന്ത്രി, തുറമുഖ സെക്രട്ടറി ആയിട്ടുള്ള രത്തൻ കേൽക്കർ നോക്കിയിട്ട് തുറമുഖ മന്ത്രിയെ CD സതീശന് കൊടുക്കും, തുറമുഖ മന്ത്രിയായ VD സതീശൻ മുഖ്യമന്ത്രിയായ VD സതീശന് കൊടുക്കും, മുഖ്യമന്ത്രിയായ VD സതീശൻ ക്ലാരിഫിക്കേഷന് വേണ്ടി അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിയായ രത്തൻ കേൽക്കർക്ക് തന്നെ കൊടുക്കും. അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ ധനകാര്യമായ ഫിനാൻഷ്യൽ ഇംപ്ലിക്കേഷൻ പരിശോധിക്കാൻ ധനകാര്യമന്ത്രിയായ VD സതീശന് കൊടുക്കും. അദ്ദേഹം പരിശോധിച്ചിട്ട് മുഖ്യമന്ത്രിയായ VD സതീശന് കൊടുക്കും. നിയമപരമായിട്ടുള്ള വശവും അഡ്വൈസ് കിട്ടാൻ അദ്ദേഹം നിയമമന്ത്രി VD സതീശന് കൊടുക്കും. അത് തിരിച്ചിങ്ങോട്ട് വരും. ഇതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. പക്ഷേ